തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിലും ബിജെപിയിൽ അതൃപ്തി. കോർപ്പറേഷൻ മേയറായി ചുമതലയേറ്റ വി രാജേഷിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്നും വിട്ടുനിന്ന് ബിജെപി കൗൺസിലർ ആർ ശ്രീലേഖ. തന്നെ ഒഴിവാക്കി വി രാജേഷിനെ മേയർ സ്ഥാനാർത്ഥിയാക്കിയതിലും ശ്രീലേഖയ്ക്ക് എതിർപ്പുണ്ടായിരുന്നു. വിട്ടുനിന്നത് വാർത്തയായതോടെ ബിജെപി നേതൃത്വം ഇടപെട്ട് ശ്രീലേഖയെ തിരികെ കോർപ്പറേഷനിലേക്ക് എത്തിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായി അവസാന നിമിഷം വരെയും പരിഗണിക്കപ്പെട്ട കൗൺസിലറായിരുന്നു ആർ ശ്രീലേഖ. എന്നാൽ RSSന്റെയും വി മുരളീധരൻ, കെ സുരേന്ദ്രൻ പക്ഷത്തിൻ്റെയും കടുത്ത സമ്മർദ്ദം കാരണം ദേശീയ നേതൃത്വം വി രാജേഷിനെ തീരുമാനിക്കുകയായിരുന്നു. പിന്നാലെ BJP സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ അധ്യക്ഷൻ കരമന ജയനും അനുനയിപ്പിച്ചാണ് ശ്രീലേഖയെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിച്ചത്. പിന്നാലെ നടന്ന മേയർ തെരഞ്ഞെടുപ്പ് ചടങ്ങിലും ആർ ശ്രീലേഖ അതൃപ്തി രേഖപ്പെടുത്തി. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയാക്കുന്നതിനു മുമ്പ് ആർ ശ്രീലേഖ കോർപ്പറേഷനിൽ നിന്ന് ഇറങ്ങിപ്പോയി. തൊട്ടടുത്ത വീട്ടിൽ പാലുകാച്ചൽ ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയാണെന്നായിരുന്നു വിശദീകരണം. 101 അംഗ കൗൺസിലിൽ 99 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പൗണ്ടുകടവ് വാർഡിലെ UDF വിമതനായി മത്സരിച്ച സുധീഷ് കുമാർ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. UDFന്റെ 2 വോട്ടുകൾ അസാധുവായി. നന്ദൻകോട്, വേങ്ങന്നൂർ വാർഡുകളിലെ കൗൺസിലർമാരായ KR ക്ലീറ്റസ്, S ലതിക എന്നിവരുടെ വോട്ടാണ് അസാധുവായത്. 51 വോട്ടുകളോടെയാണ് NDA സ്ഥാനാർത്ഥി വി രാജേഷ് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 50 വോട്ടുകളോടെ ആശാനാഥ് ഡെപ്യൂട്ടി മേയറായും തെരഞ്ഞെടുക്കപ്പെട്ടു. അതേസമയം സത്യപ്രതിജ്ഞ ചട്ടലംഘനം നടത്തിയ 20ഓളം കൗൺസിലർമാർ ചട്ടം ലംഘിച്ചാണ് വോട്ട് രേഖപ്പെടുത്തിയതെന്നും അവരെ മാറ്റി നിർത്തി വേണമായിരുന്നു വോട്ടെടുപ്പ് നടത്താനെന്നും ഇടത് കൗൺസിലർമാർ പരാതി ഉന്നയിച്ചു. തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു മേയർ തെരഞ്ഞെടുപ്പും ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുമാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് നടന്നത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ പരാതി കൊടുത്തിരുന്നതാണ്. നമ്മുടെ മുനിസിപ്പൽ ചട്ടം അനുസരിച്ച് 6, 7, 8, 9 വകുപ്പുകൾ അനുസരിച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ 6ൽ 3ാമത്തെ സബ് ക്ലോസിൽ പറയുന്നത് ശരിയായ രൂപത്തിലുള്ള സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തിയ കൗൺസിലർക്ക് മാത്രമാണ് ഈ പറയുന്ന 2 തെരഞ്ഞെടുപ്പിലും, മേയർ തെരഞ്ഞെടുപ്പിലും ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. ജനാധിപത്യ ധ്വംസനമാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത്. ഈ നഗരസഭയെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു ഭൂരിപക്ഷ വർഗീയത ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരസ്യമായിട്ടുള്ള പ്രചരണമാണ് ഈ പറയുന്ന BJPയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിട്ടുള്ളതെന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ കോടതിയാണ് തീരുമാനമെടുക്കേണ്ടത് എന്നായിരുന്നു വരണാധികാരിയുടെ മറുപടി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.